നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി പോലീസ് ചെയ്ത് തുടങ്ങുന്നു. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ക്രൂരത വാർത്തയിലേക്കാണ്, ഒരു കൂട്ടബലാത്സംഗത്തിന്റെ വാർത്തയിലേക്കാണ്. കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപം കോളേജ് വിദ്യാർത്ഥിനിയെ 19 വയസ്സുകാരെ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ബൈക്കിലെത്തിയ 3 പേരാണ് പെൺകുട്ടിയെ ആക്രമിച്ചത്. അന്വേഷണത്തിനായി 7 അംഗ പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. ആൺ സുഹൃത്തിനോടൊപ്പം കാറിലിരിക്കുന്ന പെൺകുട്ടിയെ ബൈക്കിലെത്തിയ 3 അംഗ സംഘം ആൺ സുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം പെൺകുട്ടിയെ ബലമായി പിടിച്ചിറക്കി ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ട് കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയാണ്. ഞായറാഴ്ച രാത്രി കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപമാണ് സംഭവം. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനി ആൺ സുഹൃത്തിനൊപ്പം കാറിലിരിക്കുമ്പോൾ 3 യുവാക്കളെത്തി ആക്രമിക്കുകയായിരുന്നു. ആൺ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം വഴിയിൽ ഉപേക്ഷിച്ചു. സുഹൃത്ത് അറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് റോഡരികിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു. പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്. മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതികളെത്തിയതെന്ന് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് അറിയിച്ചു. പ്രതികൾക്കായി 7 പ്രത്യേക സംഘങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും ഉടൻ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് വ്യക്തമാക്കി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.